ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യയുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ധർമ്മന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ധർമ്മൻ സുകന്യയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ നാട്ടുകാരൊക്കെ പറയുന്നത് അളിയനെ അപമാനിക്കാൻ വേണ്ടിയിട്ടും അളിയനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ കട തുടങ്ങിയെന്ന്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ എന്നെപ്പറ്റി കരുതി വെക്കുന്നത്. എല്ലാവരും കൂടി എന്നെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി, അതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. എൻ്റെ പൊന്ന് ധർമ്മേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു കട തുടങ്ങി, ഈ നാട്ടിൽ മറ്റൊരു കടയുടെ അടുത്ത് അതേപോലെ കട വരുന്നില്ലെന്നാണോ ധർമ്മേട്ടന്റെ വിചാരം? മാന്യമായിട്ട് ദേവമംഗലത്തുള്ളവരോട് പോയി പറയാനായിട്ട് ധർമ്മേട്ടൻ ചെന്നതാ. പക്ഷെ അവരെന്താ ചെയ്തത്? ധർമ്മേട്ടനെ ആട്ടി വിട്ടു. അതുകൊണ്ട് ധർമ്മേട്ടൻ ഇനി അവരെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ജീവിക്കണം, നമ്മുടെ ഈ കടയുമായിട്ട് അതിന് മുന്നോട്ട് പോകണം. അതുമാത്രം ധർമ്മേട്ടന്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് ആര്യൻ അങ്ങോട്ട് കയറി വരിക. അപ്പം ആര്യനെ കാണുമ്പോൾ ധർമ്മൻ ബാലൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാനായിട്ട് വന്നതാണോ എന്നുള്ള ചിന്തയിൽ നോക്കുക. വന്നല്ലോ ദേവമംഗലത്തെ മെയിന്, ബാലേട്ടൻ തന്നതിൻ്റെ ബാക്കി തരാനായിട്ട് വന്നതാവോ ഇവൻ? ഇപ്പം തന്നെ ഇവനെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, ഈ കടയിൽ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സുകന്യ പറയാണ്. അത് കേൾക്കുന്ന ധർമ്മൻ പറയും, ആര്യ നീ ഇപ്പം പോ, ഇവിടെ വന്നൊരു പ്രശ്നത്തിന് നിൽക്കരുത്, എനിക്കിപ്പം നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല എന്ന് പറയാം. അതെന്ത് വർത്തമാനോ മാമ, ഞാൻ മാമിനെ കട തുടങ്ങിയെന്നറിഞ്ഞ് ഒന്ന് കയറി വന്നതല്ലേ, ഞാൻ ഈ കടയിൽ വന്നത് മാമന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഞാൻ പോയേക്കാം എന്ന് പറയാ. അങ്ങനല്ലടാ, ചേച്ചിയോടും അളിയനോടൊക്കെ ഞാൻ സംസാരിക്കാൻ ചെന്നു, അവരൊക്കെ എന്നെ അപമാനിക്കുന്നത് പോലെയാ പറഞ്ഞു വിട്ടത്. എൻ്റെ ഭാഗത്തെ ന്യായം പോലും കേൾക്കാൻ അവരാരും കൂട്ടാക്കിയില്ല. നീയും അതിൻ്റെ ബാക്കിയായിട്ട് വന്നതാണെന്നാ ഞാൻ കരുതിയത്. അവരുടെ വിഷമം കൊണ്ട് പറഞ്ഞതാകും മാമ, അവരെ ആരെയും ന്യായീകരിക്കാനോ ഒന്നിനും വന്നതല്ല ഞാൻ. എൻ്റെ മാമൻ ഒരു കട തുടങ്ങിയെന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മാമൻ്റെ കടയൊക്കെ ഞാനിന്ന് കണ്ടിരിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പം അത് കേൾക്കുന്ന ധർമ്മൻ ഒരുപാട് സന്തോഷമാവുക. എനിക്ക് സന്തോഷമായി മാമ, മാമിന് ഈ കടയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ നമ്മുടെ ആര്യം പറയാം. അപ്പം ആര്യൻ്റെ ഈ സംസാരം ശരിക്കും ഞെട്ടിച്ച് കളയാണ് കേട്ടോ. ധർമ്മനെ മാത്രമല്ല സുകന്യയും. മാമ എനിക്കെന്തെങ്കിലും സാധനം എന്താ, ഈ കടയിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും മേടിക്കാതെ ഞാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ എന്ന് പറയാം. നിനക്ക് എന്താണ് വേണ്ടത്, ബിസ്ക്കറ്റ് തരട്ടെ എന്ന് ധർമ്മൻ ചോദിക്കുക. അങ്ങനെയാണ് നമ്മൾ ടെറസിലിരുന്ന് കഴിക്കുന്ന ബിസ്ക്കറ്റ് ഇല്ലേ, അതുപോലത്തെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് താ മാമ എന്ന് പറയാം. അപ്പം ധർമ്മനാണ് 2-3 പാക്കറ്റ് എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ സുകന്യ പറയും, ധർമ്മേട്ട 3-4 പാക്കറ്റൊന്നും കൊടുക്കണ്ട, ഒരു പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നതാ, നമുക്ക് വിൽക്കാനുള്ളതാ എന്ന് പറയാം. നീ എന്ത് വർത്തമാനാ സുകന്യെ പറയുന്നത്? അവൻ എത്ര മാന്യമായിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചത്. എന്നെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ അവൻ വന്നത്. അവന് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുത്തെന്ന് വെച്ച് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് ധർമ്മം പറയാണ്. പെട്ടെന്ന് സുകന്യ പറയും, അതൊന്നും പറ്റില്ല, ഒരു പാക്കറ്റ് അങ്ങ് കൊടുത്താൽ മതി എന്ന് നിർബന്ധിച്ച് പറയാം. അവസാനം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായിട്ട് ധർമ്മൻ നമ്മുടെ ആരിൻ്റെ അടുത്തേക്ക് ചെല്ലാം. മാമ ഇതാ കാശ് എന്നും പറഞ്ഞ് 100 രൂപ എടുത്ത് ധർമ്മൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്താടാ ഇത്, നീ എന്നെ ഇങ്ങനെ കാശ് തന്ന് കൊച്ചാക്കല്ലേ എന്ന് പറയാം. അങ്ങനെയല്ല മാമ, ഇന്ന് കട തുടങ്ങി ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് മാമൻ ഇവിടെ നിന്ന് വിറ്റാലും പൈസ കൊടുത്ത് തന്നെ വിറ്റാൽ മതി എന്ന് പറയാണ്. അപ്പോൾ സുകന്യക്ക് സന്തോഷമാവും. ധർമ്മേട്ട അവനൊരു സന്തോഷത്തിന് പൈസ തന്നപ്പം അതെന്തിനാ നിരസിക്കുന്നത്? ആരും പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മുടെ കടയുടെ ആദ്യത്തെ ദിനമാണ് ഇന്ന് നമ്മൾ കടം കൊടുക്കുന്നത് തീരെ ശരിയല്ല എന്ന് പറയണം കേട്ടോ. അപ്പം ആര്യൻ്റെ സമീപനത്തിൽ നമ്മുടെ ധർമ്മൻ ഒരുപാട് സന്തോഷമാവുക. എടാ ഒന്നും ഞാൻ മനഃപൂർവ്വം അല്ലടാ, ഞാൻ അറിഞ്ഞതുപോലും ഇന്ന് ആ കട ഇവിടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു, എന്നെ എല്ലാവരും കൂടി പെടുത്തിയതാടാ, പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയാം. എനിക്കറിയാം മാമ, മാമനൊരു പാവമാണെന്നൊക്കെ. മാമൻ സ്വയം ന്യായീകരിച്ച് എൻ്റെ മുന്നിൽ ചെറുതാകണ്ട എന്ന് പറയണേ. പെട്ടെന്ന് ഇതും കണ്ടുകൊണ്ട് സമയം അലോക് കടയിലേക്ക് കയറി വരിക. ആരും ധർമ്മനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന കാണുന്ന അലോകിന് നല്ല ദേഷ്യം വരികയാണ്. എന്ത് ഭാവിച്ചാടാ നീ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് അലോക് അപ്പം ചോദിക്കാം. അലോകെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് അപ്പം ധർമ്മം പറയാണ്. എന്നെ കാണാനായിട്ട് ആരും വന്നത് കൊച്ചച്ഛന് മതിയായില്ലേ? ഇവന്റെ അച്ഛനും അമ്മയൊക്കെ ആട്ടിവിട്ടതൊക്കെ ഇത്ര വേഗം മറന്നുപോയോ? പിന്നെ ഇവനെ കയറ്റി ഇവിടെ സൽക്കരിക്കേണ്ട എന്താവശ്യമുള്ളത് എന്ന് ചോദിക്കാം. അലോകെ മാന്യമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ആ മാന്യത നിന്റെ അടുത്ത് ഞാൻ കാണിക്കത്തില്ല എന്ന് പറയാം. നീ എന്നെ എന്ത് ചെയ്യടാ? അപ്പം ആര്യന് ഇച്ചിരി താഴ്ന്നു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അലോക് ആര്യന് ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ഒറ്റ തള്ളാണ്. മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോക്കോ, ഈ കൃഷ്ണമംഗലത്തുകാരുടെ ഒരു സ്ഥാപനത്തിൽ നിന്റെ നിഴല് വീഴാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. കൊച്ചച്ഛനറിയാവോ, അനുവിനോട് ഞാനൊന്ന് സംസാരിക്കാൻ നിന്നതിന് എന്നെ തല്ലിയവനെ ഇവൻ, ഇങ്ങനെയുള്ളവനോടൊന്നും ഒരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അലോക് തീർത്ത് പറയണം. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ആര്യനാണെങ്കിൽ സൗമ്യമായിട്ടാണ് കേട്ടോ
സംസാരിക്കുന്നത്? ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ വന്നതല്ല ഞാനിവിടെ. ദേ എൻ്റെ മാമനൊരു കട തുടങ്ങി, അതൊന്ന് കാണണം, അതിനുവേണ്ടി മാത്രം വന്നതാ. ഇന്നൊരു നല്ല ദിവസമായി പോയി, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് എന്നും പറഞ്ഞിട്ട് ആര്യൻ അവിടുന്ന് പോവാ. അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നിനക്ക് അറിയാലോ എന്നും ചോദിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പം ആര്യൻ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന കാണുന്ന ധർമ്മന് സഹതാപം തോന്നുക. അപ്പം ധർമ്മൻ അലോകിനോട് ചോദിക്കും, നീ എന്തിനാണ് അവനോട് വഴക്കിട്ടത് എന്ന് ചോദിക്കുക. ദേ കൊച്ചച്ച, അവനെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എത്ര തവണ അവൻ എന്നെ തല്ലിയിട്ടുള്ളതാ. അവൻ്റെ അഹങ്കാരമൊന്നും ഈ കടയിൽ വന്ന് തീർക്കാൻ ഞാൻ അനുവദിച്ച് തരുന്ന പ്രശ്നമില്ല എന്ന് തീർത്ത് പറയാം. അപ്പം അലോക് ആര്യനുമായിട്ട് വഴക്കുണ്ടാക്കുന്നതെല്ലാം നമ്മുടെ സുകന്യ വീഡിയോ പിടിക്കുന്നുണ്ട്. അത് അപ്പം തന്നെ മിത്രയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സുകന്യ ചേച്ചിയുടെ മെസ്സേജ് ആണല്ലോ, ചേച്ചി എനിക്കെന്തിനാ മെസ്സേജ് അയക്കുന്നത് എന്നുള്ള രീതിയിൽ ഫോൺ എടുത്ത് നമ്മുടെ മിത്ര നോക്കുക. അപ്പോഴാണ് കാണുന്നത് ആര്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അലോക്. അത് കാണുന്ന മിത്രയുടെ രക്തം തിളയ്ക്കുക. അപ്പം പെട്ടെന്ന് തന്നെ സുകന്യ വിളിക്കണേ, എന്താ ചേച്ചി, എന്താ ഇതിനൊക്കെ അർത്ഥം? ദേസ് മിത്രേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആര്യൻ ഇന്ന് ഈ കടയിൽ വന്നു, അലോക് നല്ലത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അവന് വല്ല ആട്ടുസൂപ്പൊക്കെ ഇട്ട് വെക്കുക. ആ രീതിയിലാണ് അലോക് ഇന്ന് ആര്യനെ എടുത്ത് പഞ്ഞിക്കിട്ടത് എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്രയ്ക്ക് നെരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം ആര്യൻ ഇതേ സമയം, ആര്യനല്ല, അലോക് ഇതേ സമയം തന്നെയാണ് കൃഷ്ണമംഗലത്തേക്ക് വരുന്നത് നമ്മുടെ മിത്ര കാണുന്നത്. പെട്ടെന്ന് അലോകിന്റെ അടുത്തേക്ക് മിത്ര ചെല്ലുക. എന്നിട്ട് ചോദിക്കും, നീ നന്നായി നടാ ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ ഒരിക്കലും നന്നാവില്ല. എല്ലാവരും നീ ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞപ്പോഴും നിനക്ക് വേണ്ടി വാദിച്ചവളാണ്. പക്ഷേ എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ആര്യനെ ഉപദ്രവിക്കാൻ നോക്കിയ നീ ഒന്നും ഒരിക്കലും നന്നാവത്തില്ലെന്ന്. എടി മിത്രേ, നീ എന്തിനാ അവന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് വക്കാലത്ത് പറയുന്നത്? ഞാൻ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാതെ നിന്റെ കാര്യമാണോ പറയേണ്ടത് എന്ന് അപ്പം മിത്ര ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുക. ദേ അവനെ നീ എന്തിനാ ഉപദ്രവിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്, മര്യാദയ്ക്ക് പറഞ്ഞോ. മിത്രേ, മര്യാദയ്ക്ക് എൻ്റെ കോളറിൽ നിന്ന് കൈയെടുക്കുക, പറയാനാ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ അവനെ തല്ലിയത് എന്നാ ഞാൻ ചോദിച്ചത്. അപ്പം മിത്രയാണെങ്കിൽ അലോകിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ശബ്ദവും ബഹളവും എല്ലാം കേട്ടുകൊണ്ട് ഗോമതി ഇറങ്ങി വരിക. മിത്രേ, ഇതെന്താ മിത്രേ നീ കാണിക്കുന്നത്? ഇവനോട് എന്തിനാ നീ ബഹളം വെക്കുന്നത്? പറയടാ, പറ, ഈ എന്തിനാ നീ എൻ്റെ ആര്യനെ തല്ലിയത്? മര്യാദയ്ക്ക് പറഞ്ഞോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടാണ്. മിത്രേ, നീ എന്താ ഈ കാണിക്കുന്നത്? അവനെ വിട് എന്ന് അപ്പം ഗോമതി പറയാ. എൻ്റെ ആര്യനെ തല്ലാൻ മാത്രം നീ വളർന്നോടാ എന്ന് ചോദിക്കുക. അപ്പം ഇതേ ബഹളം കേട്ടുകൊണ്ട് കൃഷ്ണമംഗലത്ത് നിന്ന് രാജശ്രീയും പുറത്തേക്ക് ഇറങ്ങി വരിക. പറയടാ, നീ എന്തിനാ തല്ലിയത്? പറയാനാ ഞാൻ പറഞ്ഞത്. അമ്മേ, ദേ അവിടെ ബഹളം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രാജശ്രീ അപ്പം ഇന്ദിരാമ്മയെ വിളിക്കുക. എന്താ മോളെ, ദേ അമ്മേ നോക്കിക്കേ, നിന്നോടാ ഞാൻ പറയാൻ പറഞ്ഞത്, പറഞ്ഞാ പറ്റൂ എന്ന് പറഞ്ഞ് മിത്ര ബഹളം വെക്കുകയാണ്. എന്താ പ്രശ്നം? അയ്യോ അവിടെ വഴക്കാണല്ലോ, ബാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മ രാജശ്രീയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാണ്. എടി മിത്രേ, നീ ഇതെന്തായി കാണിക്കുന്നത്? നിന്റെ സ്വന്തം സഹോദരനല്ലേ അലോക്, അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്ന് രാജശ്രീ ചോദിക്കുക. മോളെ, നിനക്ക് എന്തു പറ്റി എന്ന് ആ സമയത്ത് നമ്മുടെ ഇന്ദിരാമ്മയും ചോദിക്കുക. ചെറിയമ്മയാ ഇവനെ വളർത്തി ഇതുപോലെ വഷളാക്കിയത്. മോളെ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അച്ഛമ്മേ, ഇന്ന് കടയുടെ ഉദ്ഘാടനം ആയതുകൊണ്ട് ആര്യൻ കൊച്ചച്ഛൻ്റെ കടയിൽ പോയിരുന്നു. അവിടെ വെച്ച് ആര്യനും ഇവനും തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഇവൻ എന്താ ആര്യനെ തല്ലി? ഇവൻ എന്ത് അർഹതയാ എൻ്റെ ആര്യനെ തല്ലാനുള്ളത് എന്ന് ചോദിക്കുക. അപ്പം എന്നുള്ള രീതിയിൽ ഇന്ദിരാമ്മ നിൽക്കുക. എടാ, നീ എൻ്റെ മോനെ തല്ലിയോടാ എന്ന് ഗോമതി അപ്പം ചോദിക്കുകയാണ്. പറയടാ, നീ എന്തിനാ ആര്യനെ തല്ലിയത്? നിന്നോടാ ഞാൻ ചോദിക്കുന്നത് എന്ന് മിത്ര പറയാം. ഞാൻ അവനെ തല്ലിയത് നീ കണ്ടോ എന്നപ്പം അലോക് ചോദിക്കുക. നിന്നോടാ ഞാൻ ചോദിച്ചത്, ഞാൻ അവനെ തല്ലിയത് നീ കണ്ടോ എന്ന്. അതേസമയം തന്നെ ആര്യനും അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പം ആര്യനെ കാണുമ്പോൾ മിത്ര ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയും, ഇവൻ്റെ കയ്യിൽ നിന്ന് തല്ലും മേടിക്കാൻ ആര്യന് നാണമില്ലേ എന്ന് ചോദിക്കുക. നീ എൻ്റെ മോൻ്റെ മേലെ കൈ വെച്ചോടാ എന്ന് ഗോമതിയും അലോകിനോട് ചോദിക്കുകയാണ് കേട്ടോ. നീ നന്നായെന്ന് വിചാരിച്ചത് എൻ്റെ തെറ്റ്, നീ ഒന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് അപ്പം മിത്ര പറയാ. നീ ആരിനെ തല്ലിയോ എന്ന് ഇന്ദിരാമ്മ അപ്പം ചോദിക്കുന്നുണ്ട്. എടാ, വാ തുറന്നൊന്ന് പറയടാ, നീ ഇവനെ തല്ലിയോന്ന്. അപ്പം ആര്യന് ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ നോക്കുക. ഇവൻ കൊച്ചച്ഛൻ്റെ കടയിൽ വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്ര പറയും, അതുകൊണ്ട് നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് മിത്ര വീണ്ടും ചോദിക്കുക. ആര്യൻ കൊച്ചച്ഛൻ്റെ കടയിൽ വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുക. ആര്യൻ ആ കടയിൽ വന്നിട്ടുണ്ടാകും, അത് കൊച്ചച്ഛനെ കാണാൻ വേണ്ടി മാത്രമാണ്. അവിടെ വന്ന് ആര്യൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കില്ല. അല്ലാണ്ട് നീ പറയുന്നത് പോലെ എൻ്റെ ആര്യൻ ഒരിക്കലും ആ കടയിലേക്ക് വന്നിട്ടില്ല, വരികയുമില്ല. എൻ്റെ ആര്യനെ എനിക്കറിയാവുന്നതുപോലെ നിനക്കറിയില്ലല്ലോ, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ഗോമതിയും ചോദിക്കുക. എൻ്റെ മകൻ അവൻ ഇഷ്ടമുള്ളിടത്ത് വരും, അത് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിക്കുക. ഇനി ഞങ്ങളുടെ കടയിലേക്ക് വന്നാൽ ഞാൻ ഇത് തന്നെ ചെയ്യും എന്ന് അലോക് പറയും. ഓ, നീ അവനെ തല്ലും അല്ലേടാ എന്നപ്പോൾ ഗോമതി ചോദിക്കുക. എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ അലോകെ എന്ന് വീണ്ടും ഗോമതി പറയാം. അപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ എന്നുള്ള രീതിയിൽ ഇന്ദിരാമ്മ രാജശ്രീ നോക്കി നിൽക്കുക. ഇതേ സമയം ആര്യൻ ബൈക്കിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. എടാ, നിന്റെ തല്ലിക്കൊല്ലണ്ട
പണിയാ നീ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. അതൊന്നും മറന്നിട്ടല്ല. എന്നിട്ട് അതെല്ലാം ക്ഷമിച്ച് നിനക്ക് മാപ്പ് തന്ന് നിന്നെ വെറുതെ വിട്ടവരാ ഞങ്ങൾ. എന്നിട്ടും ഇനിയും ഞങ്ങളെ ചൊറിയാൻ വന്ന നിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ഒരിക്കൽ നിന്നോട് കാണിച്ച ദയ ഇനി ഈ ഗോമതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ അനുക്കുട്ടി ഒറ്റ ഒരുത്തി കാരണമാണ് നീ ഇപ്പം നിന്റെ വീട്ടിലിരുന്ന് ചോറുണ്ണുന്നത്. അല്ലായിരുന്നെങ്കിലേ ജയിലിലെ ചപ്പാത്തി തന്നെ നീ തിന്നേണ്ടി വന്നേനെ. അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് വീണ്ടും ഗോമതി പറയാണ്. പെട്ടെന്ന് മിത്ര ആര്യൻ്റെ അടുത്തേക്ക് വരിക. ആര്യ ഇങ്ങോട്ട് ഇറങ്ങ്. എന്താ മിത്ര, എന്താ കാര്യം? ആര്യ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തളകിയോ? എന്താ പ്രശ്നം എന്ന് അപ്പം ചോദിക്കുന്നുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം നീ എൻ്റെ ആര്യനെ തല്ലടാ എന്ന് മിത്ര അലോകിനെ വെല്ലുവിളിക്കുക. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ നിൽക്കുന്നത്? ആര്യ നീ മിണ്ടാതിരിക്കുക. എനിക്കിത് ചോദിച്ചേ പറ്റൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പം എൻ്റെ ആര്യനെ തല്ലടാ എന്ന് പറഞ്ഞ് മിത്ര വീണ്ടും വെല്ലുവിളിക്കുക. നീ എന്തിനാ ഇവനെ ചോദ്യം ചെയ്യുന്നതെന്ന് രാജശ്രീ ചോദിക്കുക. ധർമ്മനും നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഇവൻ പോയത് എന്ന് ചോദിക്കുക. ഇവനെ ആ ഉദ്ഘാടനത്തിന് ആരും വിളിച്ചില്ലല്ലോ. ചെറിയമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് മിത്ര അപ്പൊ ചോദിക്കുക. ഇത്രേ കാലം ധർമ്മം കൊച്ചച്ചന് ഈ വീട്ടിലാ കഴിഞ്ഞത്. ആര്യനും ആനന്ദേട്ടനും ആകാശേട്ടനും കൊച്ചച്ചനും ഒക്കെ ഒരു മനസ്സായി ഈ വീട്ടിൽ കഴിഞ്ഞവരാ. എന്താ ഇത്ര പെട്ടെന്ന് ചെറിയമ്മ അത് മറന്നുപോയോ? അവരെ തമ്മിൽ പിരിക്കാൻ ആരും ശ്രമിക്കണ്ട. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അലോകിനോട് പറയും, അടിക്കടാ എൻ്റെ ആര്യനെ നീ ഒന്ന് അടിച്ചു കാണിക്കടാ എന്ന് പറയാണ്. എന്താടി അവിടെ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചിട്ട് ഇപ്പം ഭാര്യയുടെ സപ്പോർട്ടുമായിട്ടിന് വേണ്ടി വന്നിരിക്കുക. നാണമില്ലല്ലോടാ നിനക്ക് എന്ന് ചോദിക്കുക. പെട്ടെന്ന് മിത്ര ആരിനിട്ട് നല്ല ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. ചെകിട് നോക്കി തന്നെ നീ നന്നായെന്ന് ഞാൻ ഒരുപാട് കരുതിയതാ. പക്ഷെ നീ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഗോമതി പറയും, ഇവന് നേരെ നീ ഒരിക്കൽ കൂടി ഇനി കൈ ഓങ്ങിയാൽ നീ പിന്നെ ഉണ്ടാകില്ല. അത് ഓർമ്മ വേണം എന്ന് പറയാം. മിത്രേ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആരും പെട്ടെന്ന് മിത്രയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് തുടങ്ങും. മിത്ര താൻ ഇങ്ങ് വരാനാ ഞാൻ പറഞ്ഞു. മര്യാദയ്ക്ക് വന്നേ. ഇനി മേലെ നീ ആരിന്റെ ദേഹത്ത് കൈ വെച്ചാ നീ നോക്കി നിൽക്കൊന്നും ഇല്ലടാ എന്ന് അലോകിനോട് വീണ്ടും മിത്ര പറയാം. ജയിലിൽ വെച്ച് നീ കാണിച്ചതൊക്കെ അഭിനയമായിരുന്നല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. മിത്രേ മതി വന്നേ, താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് മിത്രയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു വിധത്തിൽ ആര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഗോമതി പിന്നാലെ തന്നെ പോവാ. ഇതേ സമയം ഇന്ദിരാമ്മ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ല. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ? രണ്ട് കുടുംബങ്ങളും എങ്ങനെയെങ്കിലും ഒന്നാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതൊരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒന്നും ഒരിക്കലും നന്നാവാനും പോകുന്നില്ല. നിനക്കൊക്കെ വേണ്ടി അവരോട് വാദിച്ച എനിക്കിത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ കയറിപ്പോവാ. ഇതേ സമയം അലോക ഇങ്ങനെ നോക്കി നിൽക്കുക. എടാ നീ എന്തായാലും അരനെ തല്ലി. എടാ അപ്പം ശരിക്കും ഒന്ന് പെരുമാറിക്കൂടായിരുന്നോ എന്ന് രാജശ്രീ ചോദിക്കുക. അതിന് മറുപടി ഒന്നും കൊടുക്കാതെ അലോക് കയറിപ്പോവാ. ആരും എന്തിനാ എന്നെ തടഞ്ഞത് എന്ന് അകത്ത് ചെന്നിട്ട് മിത്ര ചോദിക്കുക. അവനിട്ട് 2 എണ്ണം കൂടി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എടോ ഞാനും അലോകും തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് താൻ എന്തിനാ വന്നു കയറിയത്? ആഹാ അതെങ്ങനെ ആരിനും അലോകും തമ്മിലുള്ള പ്രശ്നം മാത്രമാകും എന്ന് ചോദിക്കാം. ആരിനെ എൻ്റെ ഭർത്താവാ. എൻ്റെ ഭർത്താവിൻ്റെ മേത്തൊരുത്തൻ കൈവച്ചാൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. എൻ്റെ പൊന്നു മിത്ര അവൻ എന്നെ തല്ലിയിട്ടൊന്നും ഇല്ല. ഒന്ന് പിടിച്ച് തള്ളി, അത് ശരിയാ. അല്ലാതെ താൻ കരുതുന്നത് പോലെ അവിടെ അടിയും വഴക്കും ഒന്നും നടന്നിട്ടില്ല. ആണോ എന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മിത്ര ആ സുകന്യ അയച്ച വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. പിന്നെ ഇതെന്നതാണെന്നാ ഞാൻ ചോദിക്കുന്നത് എന്ന് മിത്ര ആരിനോട് പറയാ. എടോ അത് പിന്നെ എന്നും പറഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ കള്ളമാണെന്നാണോ ആരും പറഞ്ഞു വരുന്നത്? ഇത് പിന്നെ എന്നതാ? ഇത് നിനക്കാരാ അയച്ചു തന്നത് എന്നപ്പോൾ ഗോമതി ചോദിക്കുക. സുകന്യ ചേച്ചി അയച്ചതാ. അപ്പൊ ഈ കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയത് ആ സുകന്യ ചേച്ചിയാണല്ലേ എന്ന് ചോദിക്കുക. സുകന്യ ചേച്ചി ആ വീഡിയോ അയച്ചതുകൊണ്ടല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് മിത്ര പറയാ. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ആരും എന്നോട് പറയുമായിരുന്നോ എന്നാ ചോദിച്ചത് എന്ന് പറയാ. എടാ അവൻ നിന്നെ പിടിച്ച് തള്ളിയപ്പോഴേ നീ തിരിച്ച് നല്ല നാരണം കൊടുക്കാതിരുന്നത് എന്താ? അവന്റെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നിനക്ക് നാണമില്ലേടാ എന്ന് ഗോമതി അപ്പൊ പറയാ. അതാണ് ഞാനും ആലോചിക്കുന്നത്. സാധാരണ ആരും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ചാടി ഇറങ്ങിയ ആളല്ലേ. പിന്നെ ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുക. എന്താടാ ഇന്ന് നിന്റെ രക്തം എന്താ തിളച്ചില്ലേ എന്ന് ഗോമതിയും ചോദിക്കുക. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങ്, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ എന്ന് ആര്യം പറയാണ്. എന്നാലും എനിക്ക് നാണക്കേടായി എന്ന് മിത്ര പറയാ. എൻ്റെ പൊന്നു മിത്ര ഞാൻ ഇപ്പോഴും പറയുന്നു, താൻ ഇതിൻ്റെ ഇടയിൽ കയറി വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഞാനും അവനും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അത് അവിടെ വെച്ചങ്ങ് തീർന്നു എന്ന് പറയാം. അവിടെ വെച്ചങ്ങ് തീർന്നു അല്ലേ എന്ന് ഗോമതി ചോദിക്കുക. ഇതിൽ മിത്രയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഗോമതി പറയും.
ഭർത്താവിന്റെ അഭിമാനം രക്ഷിക്കാനേ ഭാര്യ ഏതറ്റം വരെയും പോകും. അതാ അവളും ചെയ്തിട്ടുള്ളൂ. എടാ, ഇവക്ക് നിന്നോട് ഇത്രയും സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അലോകിനോട് ദേഷ്യപ്പെട്ടത്? അതിനാണോ നീ ഇവളെ കുറ്റം പറയുന്നത് എന്ന് ആര്യൻ ചോദിക്കുക. എന്തൊക്കെയാ ഇത്? ഞാൻ പറയുന്നത് എന്ത്? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്ത്? നിങ്ങൾക്കൊക്കെ എന്താ വെളിവ് നഷ്ടപ്പെട്ടോ എന്ന് ആര്യൻ ചോദിക്കുക. അല്ല, നീ എന്തിനാ ധർമ്മന്റെ കടയിൽ പോയത് എന്ന് ചോദിക്കുക. മാമൻ പുതിയൊരു കട തുടങ്ങിയതല്ലേ, അപ്പം നമ്മുടെ സന്തോഷം മാമനെ അറിയിക്കണ്ടേ, അതിനു വേണ്ടിയാ ഞാൻ പോയത്. കടയിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ചു എന്ന് ആര്യം പറയും. പക്ഷെ മാമൻ പൈസ മേടിക്കാനൊന്നും തയ്യാറായില്ല. പക്ഷെ ഞാൻ നിർബന്ധിച്ചു പൈസ കൊടുത്തു. ഓ, അവൻ കട തുടങ്ങിയതിൽ നിനക്ക് വലിയ സന്തോഷമാണല്ലേ? അമ്മേ, മാമൻ സ്വന്തമായിട്ടൊരു കട തുടങ്ങി. സ്വന്തം കാലം നിൽക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ആര്യം ചോദിക്കുക. മാമൻ സ്വന്തം കാലം നിൽക്കുന്നതിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തിയതല്ലേ? ചേ, നിനക്ക് നാണമില്ലടേ ഇതൊക്കെ പറയാൻ എന്ന് ഗോമതി അപ്പ ചോദിക്കുക. അവൻ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ചില്ലേ? ചതി എന്നല്ലേ അവൻ? നമ്മളോടുള്ള വാശിക്ക് ബാലേട്ടന്റെ കടയുടെ തൊട്ടടുത്ത് കടയും തുടങ്ങി. ഇതാണോ അവൻ? അങ്ങനെയുള്ളവന്റെ കടയിൽ പോയി ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. എടാ, നിനക്ക് നാണമില്ലേ? നീ അവന്റെ മുഖത്ത് നോക്കി രണ്ട് നല്ല വർത്തമാനം പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിലേ എനിക്ക് സമാധാനം കിട്ടിയേനെ. ഇതൊരു നാണോ ഇല്ലാതെ എന്ന് ഗോമതി പറയാം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നോടാ? അവൻ ആശംസ പറയാൻ പോയിരിക്കുന്നു ആ ചതിന്റെ അടുത്തേക്ക്. ദേ, അതിനുള്ളത് നിനക്ക് കിട്ടിയല്ലോ, സമാധാനമായല്ലോ എന്ന് ഗോമതി ചോദിക്കാം. അമ്മ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് ആര്യം പറയാണ്. ഈ കട മാമനൊരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം തുടങ്ങിയതായിരിക്കില്ല. പിന്നെ ഇത് മിത്രയുടെ അച്ഛനും ചെറിയച്ഛനും കൂടി ഒപ്പിച്ച പണിയായിരിക്കും എന്ന് ആര്യം പറയും. മാമൻ അതിൽ പെട്ടുപോയതായിരിക്കും എന്ന് പറയാം. ഓ, പെട്ടുപോയതായിരുന്നു പോലും അല്ലേ എന്ന് ഗോമതി ചോദിക്കുകയാണ്. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും മാമന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ഓ, പിന്നെ അവന്റെ അവസ്ഥ നിനക്കല്ലേ മനസ്സിലാകുള്ളൂ എന്ന് ഇപ്പൊ ചോദിക്കുക. അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ മാമൻ നമ്മളെ ചതിച്ചു, ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ. നമ്മൾ തിരിച്ച് മാമനോട് ചെയ്തതൊക്കെ ന്യായമുള്ള കാര്യമായിരുന്നു അമ്മേ. അതൊക്കെ അമ്മ ഇത്ര പെട്ടെന്ന് മറന്നു പോയോ എന്ന് ആര്യം ചോദിക്കും. അമ്മ എപ്പോഴും പറയൂലോ കൃഷ്ണമംഗലത്തിൽ നിന്ന് അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നതെന്ന്. എന്നിട്ട് അങ്ങനെയുള്ള മാമനോട് അമ്മയും അച്ഛനും ചെയ്തത് ശരിയാണോ? അത് ശരിയാണെന്നാണ് അമ്മ പറയുന്നത്. അത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ഗോമതിക്ക് മറുപടി ഒന്നുമില്ല കേട്ടോ. അത് പിന്നെ അപ്പത്തേക്കും ആരിനടുത്തേക്ക് ചെല്ലാം. അമ്മ, വെറും 25,000 രൂപ കാണാതായപ്പം എല്ലാവരും കൂടി ചേർന്ന് മാമനെ അങ്ങ് സംശയിച്ചില്ലേ? ഞാൻ അവനെ സംശയിച്ചിട്ടൊന്നുമില്ല. അമ്മ സംശയിച്ചില്ലെന്ന് അമ്മയ്ക്ക് ഇപ്പം പറയാം. പക്ഷെ അമ്മയ്ക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആരും പറയാം. ഇല്ലായിരുന്നെങ്കിൽ സുകന്യ ചേച്ചിക്ക് സമ്മാനമായി വാച്ച് വാങ്ങിക്കൊടുത്ത 25,000 രൂപ മാമൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛൻ ചോദിച്ചപ്പോഴേ അമ്മ മിണ്ടാതിരുന്നത് എന്താ? അമ്മയും അച്ഛനെ സപ്പോർട്ട് ചെയ്തതുപോലെയല്ല അന്ന് നിന്നത്. അന്ന് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല എൻ്റെ പൊന്നമ്മേ എന്ന് ആരും പറയാം. അപ്പൊ ഗോമതി തല കുനിച്ച് നിൽക്കുകയാണ്. അവന് എവിടുന്നെങ്കിലും പണം കിട്ടിക്കോട്ടെ, പക്ഷെ ഈ പണം അവൻ എടുത്തിട്ടില്ല, അമ്മ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വീണ്ടും ചോദിക്കുക. അപ്പം അതിനും ഗോമതിക്ക് മറുപടി ഇല്ല കേട്ടോ. അപ്പം അമ്മയ്ക്ക് മാമന് സംശയം ഉണ്ടായിരുന്നു, അതല്ലേ അതിനർത്ഥം എന്ന് ചോദിക്കുക. അപ്പം ഗോമതി ആരിൻ്റെ അടുത്തേക്ക് വരിക. അതിൻ്റെ പ്രതികാരമല്ലേ അവനിപ്പോൾ തീർക്കുന്നേ? ഇതിൽ ഒരു പ്രതികാരവും ഇല്ലമ്മേ എന്ന് ആരും പറയാം. നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കൂ. മാമൻ ആരോടും പ്രതികാരമൊന്നുമില്ല. മാമന് അന്നും ആർക്കും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല, അത്രേ ഉള്ളൂ എന്ന് ആരും പറയാം. അത് കേൾക്കുന്ന ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അമ്മ നേരത്തെ ചോദിച്ചില്ലേ, എന്തെങ്കിലും കേട്ടാൽ തന്നെ രക്തം തിളയ്ക്കുന്ന നിനക്കിത് എന്തു പറ്റിയെന്ന് എന്ന് ചോദിക്കുക. അലോകിനെ പിടിച്ച് തള്ളിയത് എന്നുള്ളതൊക്കെ ശരി തന്നെയാ, ഞാൻ അവന് തിരിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളതും ശരി തന്നെയാ എന്ന് ആരും പറയാം. അതിന് കാരണം ഇന്ന് എൻ്റെ മാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് അവിടെ ഞാനും അലോകും തമ്മിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് മാമന് ബുദ്ധിമുട്ടാകുമായിരുന്നു. എനിക്ക് ആ ചിന്തയുള്ളത് കൊണ്ടാ. ആ മനുഷ്യനെ നല്ലൊരു ദിവസമേ ഞാനായിട്ട് നശിപ്പിക്കരുതെന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങി നിന്നത് എന്ന് പറയാം. അപ്പം ധർമ്മനെ അനുകൂലിച്ചുള്ള ആരിൻ്റെയും സംസാരമൊന്നും ഗോമതിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. തൻ്റെ കുടുംബത്തെ ചതിച്ചവനാണ് ധർമ്മൻ എന്നുള്ള ചിന്തയിൽ ഉറച്ചു നിൽക്കുകയാണ് ഗോമതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ.